ഇന്ന് ഞാനിവിടെ നല്ലൊരു ചീരയിലത്തോരനാണ് തയ്യാറാക്കുന്നത്. ചീരയിലത്തോരൻ തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയാം. പക്ഷേ ചില സമയം നല്ല മടിയായിരിക്കും. നമ്മൾ ഈ യൂട്യൂബ് ചാനലൊക്കെ ഇടുന്നവർക്ക് കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ, ഇതുപോലെ കുക്കിംഗ് ചാനലൊക്കെ ആണെങ്കിൽ നല്ല കണ്ടൻറ്റൊക്കെ വേണ്ട, നല്ല ഫുഡൊക്കെ തയ്യാറാക്കണം. അപ്പം ചില സമയം നല്ല മടിയായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്നിടണ്ടേ. അങ്ങനെ ഞാൻ ചീരയുള്ള തോരൻ വെച്ചപ്പോൾ വിചാരിച്ചു വീഡിയോ എടുക്കാം, അതുകൂടെ ഒന്ന് ഇടാമെന്ന് കണ്ടേ. അങ്ങനെ ചീരയൊക്കെ ഒന്ന് കഴുകി അരിഞ്ഞൊക്കെ ഒന്ന് വെച്ചു. പിന്നെ പാലിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു, കടുകിട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് സവാള ഉള്ളി ചേർത്ത് കൊടുത്തു. ചുമന്ന ഉള്ളി ഇല്ലായിരുന്നു, ചെറിയ ഉള്ളി, ചുവന്ന ഉള്ളി ചെറിയ ഉള്ളി എന്നൊക്കെയല്ലേ പറയുന്നത്, അതില്ലായിരുന്നു. എന്താണെങ്കിലും സവാള ഉള്ളി ചേർത്തു. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത് ഇതിലേക്ക് നമുക്ക് ചീര ഇല അരിഞ്ഞ് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാനിങ്ങനെ ഇലത്തോരൻ വെക്കുമ്പം എപ്പോഴും തേങ്ങ ചതച്ച് ചേർക്കാറുള്ളൂ. അങ്ങനെ വെറുതെ ഇടത്തില്ല. ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും തേങ്ങ എല്ലാം കൂടി ചതച്ച് ആ ഒരു മസാലയുടെ ടേസ്റ്റ് വേറൊന്നു തന്നെയാണ്. പിന്നെ ചക്കക്കുരു ഇല്ലായിരുന്നു, ചക്കക്കുരു ഇവിടെ കിട്ടത്തില്ല. അതുകൊണ്ട് ചീരയെല്ലാം മാത്രമായിട്ട് ഇന്ന് തോരൻ വെച്ചു. അപ്പോൾ ഇതൊരു കണ്ടൻ്റ് ആയില്ലേ എനിക്കാണ്. ചില സമയം നല്ല മടിയാകുമ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോകും അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ? നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറയണം. തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്താൻ പറ്റും. അപ്പം ബാക്കി കുറേശ്ശെ ചീരയില ഇട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളല്ലേ. പിന്നെ നമ്മൾ നല്ല നല്ല വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് കുറേയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാകും. അതുപോലെ വീഡിയോ പിടിക്കുന്നതും എഡിറ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും മടിയുള്ള ദിവസം ഉണ്ടായിരിക്കുമല്ലോ. അപ്പം മടിയുള്ള ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ചീരയില തോരന് നിങ്ങളിങ്ങനെയാണോ വെക്കുന്നതിനോട് പറയുക. ഈ ചതച്ച് ചേർക്കുന്ന മസാലയാണോ ഇഷ്ടം, അതോ വെറുതെ ഇങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് തോരൻ വെക്കത്തില്ലേ, അതുപോലുള്ള മസാലയാണ് ഇഷ്ടമുള്ളത് എന്നുകൂടി അറിയിക്കണം. അപ്പം ഇന്നത്തെ എൻ്റെ ചീരയില തോരൻ എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടില്ല, നല്ല കളർഫുള്ളായിട്ട്. അതുപോലെ ഇല തോരൻ വെക്കുമ്പം മഞ്ഞൾ ഏറെ ചേർക്കണമെന്നൊക്കെ പണ്ട് അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ മഞ്ഞൾ കുറേ അധികം ചേർത്തിട്ടുണ്ട്. വലിയ കൂടുതലല്ല, നമുക്ക് ആവശ്യത്തിന് മാത്രം. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചീരയില തോരൻ വെച്ച്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പിന്നെ ഇതുപോലെ ചെറിയ വീഡിയോയും അവിടുത്തെ ചെറിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് എൻ്റെ ചാനൽ മുമ്പോട്ട് പോകുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ.